ചില്ലിനിയെ കടിച്ചത് സുവാരസിന്റെ ഫുട്ബോൾ ജീവിതത്തിലെ ആദ്യ സംഭവമായിരുന്നില്ല. 2010-ൽ അയാക്സിനു വേണ്ടി കളിക്കുന്നതിനിടെ എതിർ ടീമായ PSV ഐന്തോവനിലെ ഒറ്റ്മൻ ബക്കാലിനെ കടിച്ചുകൊണ്ടാണ് സുവാരസ് കടിയൻ സ്റ്റൈലിന് തുടക്കമിട്ടത്. 2013-ൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മത്സരത്തിനിടെ ലിവർപൂൾ താരമായിരുന്ന സുവാരസ് ചെൽസിയുടെ ഇവാനോവിച്ചിന്റെ കയ്യിലും കടിച്ച് കുപ്രസിദ്ധനായി. ഫുട്ബോളിൽ അപൂർവമായൊരു ഫൗളിനാണ് സുവാരസ് അന്ന് തുടക്കമിട്ടത്. 2 ഇടങ്ങളിലായി 17 മത്സരങ്ങളിലാണ് അദ്ദേഹത്തിന് വിലക്കു ലഭിച്ചത്. അതിനുശേഷമാണ് 2014 ഫുട്ബോൾ ലോകകപ്പിലെ കടി എന്നോർക്കണം. കടിയേൽപ്പിക്കുക മാത്രമല്ല, കളിക്കളത്തിലെ അഭിനയവും സുവാരസിന് ഹരമാണ്. പെനാൽറ്റി ബോക്സിലെ അഭിനയങ്ങൾക്ക് വിമർശനങ്ങളേറെ ഏറ്റുവാങ്ങിയിട്ടുണ്ട് സുവാരസ് ശൈലിയെ വിമർശിക്കാത്ത കോച്ചുമാരും താരങ്ങളും കുറവാണ്. തൻ്റെ ടീമിനു വേണ്ടി പന്ത് കൊണ്ട് മാത്രമല്ല, പല്ലും നഖവും ഉപയോഗിച്ച് സുവാരസ് കളിക്കളത്തിൽ പോരാടുമെന്നർത്ഥം. ആരൊക്കെ വിമർശിച്ചാലും തന്റെ ശൈലിയെ മാറ്റാനൊന്നും സുവാരസ് തയ്യാറല്ലായിരുന്നു. കളിക്കുന്ന ടീമിന് സ്വയം സമർപ്പിതമാകുന്ന മനുഷ്യൻ. അത് കൈകൊണ്ടും തലകൊണ്ടും എന്തിന് പല്ലുകൊണ്ടുവരെ തനിക്കായി ചെയ്യാൻ പറ്റുന്നതൊക്കെ അദ്ദേഹം ചെയ്തു കൂട്ടും. അതിലെ ശരികേടുകളൊന്നും ഒരിക്കൽ പോലും നോക്കിയിട്ടില്ല സുവാരസ്. ടീമായിരുന്നു, വിജയമായിരുന്നു അദ്ദേഹത്തിന് പ്രധാനം. സഹതാരങ്ങളെ ജീവൻ കൊടുത്തും സംരക്ഷിക്കുമെന്നതിനാൽ ടീമിനും പ്രിയപ്പെട്ടവനാണ് അദ്ദേഹം. അയാക്സിലും ലിവർപൂളിലും ബാഴ്സലോണയിലും അത്ലറ്റിക്കോ മഡ്രിഡിലും ഇപ്പോൾ ഇന്റർ മയാമിയിലും അയാൾ വേറിട്ട് നിന്നു. ബാഴ്സയിലും മയാമിയിലും മെസ്സിയോടൊപ്പം കട്ടക്ക് കൂടെ നിൽക്കുന്ന ചങ്കായിരുന്നു സുവാരസ്. ബാഴ്സലോണയിലെ മെസ്സി, നെയ്മർ, സുവാരസ് MNS ത്രയം വിഖ്യാതമാണ്. ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച മുന്നേറ്റ സഖ്യമായിരുന്നു അത്. 3 സീസണുകളിലായി ഈ ത്രയം നേടിയത് 364 ഗോളുകളാണ്. ചാമ്പ്യൻസ് ലീഗും ലാലിഗയും കോപ്പ ഡെൽ റേയും ഉൾപ്പെടെ ട്രിപ്പിൾ നേട്ടവും MNS ത്രയത്തിന്റെ സംഭാവനയാണ്. മെസ്സി ബാഴ്സലോണയിൽ ആസ്വദിച്ച് കളിച്ച കാലവും അതായിരുന്നു. പൂ ചോദിച്ചാൽ പൂക്കാലം നൽകുന്ന സുവാരസ് കൂടെയുള്ളപ്പോൾ വിസ്മയങ്ങൾ വിടരാതെ പോകുന്നത് എങ്ങനെയാണ്?